നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിന്റെ ശാപമാണ്. പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ ലീഡർ പുത്രൻ കെ മുരളീധരൻ തന്നെയാണ്. തലസ്ഥാന നഗരിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് മുൻ KPCC പ്രസിഡന്റും MP-യുമായിരുന്ന കെ മുരളീധരൻ BJP നേതാക്കളെ കുറിച്ച് തുറന്നങ്ങ് പറഞ്ഞത്. നമ്മുടെ തൃശൂർ MP സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന തമ്പുരാൻ ഇടയ്ക്കൊക്കെ ഉണർന്നിങ്ങ് വരും. അത് പല പ്രസ്താവനകളായി മാറും. പിന്നീട് അദ്ദേഹത്തിന്റെ നടപ്പിലും ഇരിപ്പിലും കിടപ്പിലുമൊക്കെ ഒരു സവർണ ഫാഷിസ്റ്റ് പ്രേതം കടന്നുകൂടും. ഉന്നത കൊലജാതൻ എന്നൊക്കെ പച്ചയ്ക്ക് കീച്ചു. ഈ സാംസ്കാരിക തലസ്ഥാന MP സുരേഷ് ഗോപി പറഞ്ഞ ഉന്നത കുലജാതൻ എന്താണെന്ന് താൻ എത്രയാലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നാണ് മുരളീധരന്റെ സാക്ഷ്യം. സംഭവം സ്വന്തം പാർട്ടി തന്നെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നേതാവാണ് കെ മുരളീധരൻ. എങ്കിലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിലും ആത്മാർത്ഥമായ മതേതര ചിന്തകളിലും അദ്ദേഹം മായം ചേർക്കാറില്ല. RSSനെ ഇത്രയും ശക്തമായി ധൈര്യമായി വിമർശിക്കുന്ന മറ്റൊരു നേതാവ് കേരളത്തിലെ കോൺഗ്രസിലെന്നല്ല, ഇടത് പാർട്ടികളിൽ പോലുമില്ല. പക്ഷേ അദ്ദേഹത്തിന് മുട്ടൻ പണികൾ കൊടുക്കുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. അവസാന പണി തൃശൂരിൽ നിന്നായിരുന്നു. പ്രതാപനെ പിൻവലിച്ച് പാർലമെന്റ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ തൃശൂരിൽ നേർച്ചക്കോഴിയാക്കി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കെ മുരളീധരൻ KPCC പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന കാലത്ത് പാർട്ടിയിലുണ്ടായ രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക നേട്ടങ്ങൾക്ക് എണ്ണമില്ല. മുടങ്ങിക്കിടന്നിരുന്ന പാർട്ടി പത്രമായ വീക്ഷണത്തിന്റെ അച്ചടി പുനഃസ്ഥാപിച്ചതും വാടക കെട്ടിടത്തിൽ ഞെങ്ങിഞ്ഞെരുങ്ങിക്കഴിഞ്ഞിരുന്ന KPCCക്ക് അനന്തപുരിയിൽ സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം ഉയർത്തിയതും ഉൾപ്പെടെ മുരളീധര നേട്ടങ്ങൾ നിരവധി. കേരളം പിന്നോക്ക സംസ്ഥാനമാണെന്ന് സമ്മതിച്ചാൽ മാത്രമേ കേന്ദ്രം സഹായിക്കുവെന്ന ജോർജ് കുര്യന്റെ പരാമർശവും ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഉന്നത കുലജാതനാകണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും ദേശീയ തലത്തിൽ തന്നെ വിവാദ വാർത്തകളായി മാറിക്കഴിഞ്ഞു. വിവാദത്തിൽപ്പെട്ട രണ്ടുപേരും BJP നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാർ. ഇതിനെ തുടർന്നാണ് കെ മുരളീധരൻ രംഗത്തിറങ്ങിയത്. ജോർജ് കുര്യനെയും സുരേഷ് ഗോപിയെയും ജയിപ്പിച്ചത് പാഴായെന്നും ഇവരെ കൊണ്ട് കേരളത്തിന് യാതൊരു വിധമായ പ്രയോജനവും ഉണ്ടാകില്ല എന്നും കെ മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് കേരളത്തിൽ നിന്നുണ്ടായിട്ടും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹിക്കുന്ന ഒരു പരിഗണനയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ലഭിക്കേണ്ടത് വെട്ടിക്കുറയ്ക്കുക കൂടി ചെയ്തെന്ന് കേരളത്തെ കേന്ദ്രം വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ ആക്കിയെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. തൃശൂരിൽ പാർട്ടി നിർദ്ദേശമനുസരിച്ചാണെങ്കിൽ പോലും താൻ മത്സരിച്ചത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. ഓരോ ഇടങ്ങളിലെയും തോൽവി അന്വേഷിക്കാൻ കോൺഗ്രസ് പാർട്ടി നിയോഗിക്കുന്ന കമ്മീഷനുകൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. കാരണം കമ്മീഷനുകൾ സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ടുകളും പാർട്ടി അന്വേഷിക്കുന്നതേയില്ല. നഷ്ടമായ തൃശൂർ സീറ്റ് അടുത്ത തവണ TN പ്രതാപനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി തിരികെ പിടിക്കുമെന്ന് പറഞ്ഞു കെ മുരളീധരൻ. അങ്ങനെ കെ മുരളീധരൻ വീണ്ടും വിവാദ വാർത്തകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. തുടർഫലങ്ങൾ കാത്തിരുന്ന് കാണാം.